ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ 4:30 എണീറ്റു. കാരണം ഹസ്ബൻഡ് തിരിച്ചു പോവുകയാണ്. അപ്പം ഉച്ചക്കേക്ക് ഒരു വെജിറ്റബിൾ റൈസ്, പിന്നെ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉണ്ടാക്കണം, അതിനൊരു സ്റ്റൂ പോലെ ഒരു കറി ഉണ്ടാക്കണം. ഇതൊക്കെയാണ്. അപ്പത്തിൻ്റെ മാവ് ഈ തണുപ്പായതുകൊണ്ട് ശരിക്കും പൊന്തുന്നില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇന്നലെ മിഞ്ഞാന്ന് ഇഡ്ഡലിയുടെ മാവുണ്ടായി, അതും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്താൽ അതും കൂടി ഒന്ന് അതിൽ മിക്സ് ചെയ്തിട്ട് അപ്പം ചുട്ട് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഭയങ്കര തിരക്കുള്ള പരിപാടിയാണ്. പിന്നെ നല്ല 4:30 എണീറ്റതുകൊണ്ട് എനിക്ക് കിളിപോയ അവസ്ഥയിലാണ് ഞാനുള്ളത്. എന്നാലും കുഴപ്പമില്ല. ഏതാ ആദ്യം തുടങ്ങേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം അത്രയും പണി 6:30 പോകണം. അപ്പോൾ അതെല്ലാം റെഡിയാക്കണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെഡിയാക്കുന്നതാണ്. അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് കുറച്ച് 2 ഗ്രാമ്പു, ഒരു ഏലക്ക, പിന്നെ ഒരു പട്ട, ഒരു കഷ്ണം പട്ടയിട്ട് ഒന്ന് പിന്നെ ഉള്ളി ഇട്ടിട്ട് ഒരു ഒറ്റ വിസിലടിക്കുക. എന്നിട്ട് പിന്നെ സാധാരണ ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കാറ്. ഇന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ തേങ്ങായിൻ്റെ കൂടെ ഒരു 5-8 കാഷ്യൂ കൂടി അരച്ച്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഉപ്പും ഇട്ടിട്ട് പിന്നെ നല്ല ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ അത് മിക്സ് ചെയ്തിട്ട് അത് വെന്ത് കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് താളിച്ചാൽ നല്ലതാണ് കേട്ടോ. താളിക്കേണ്ട, വെറുതെ പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിക്കുക, അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഈ കുക്കറിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് കാണിക്കാനൊന്നും എനിക്ക് ടൈമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വെള്ളയപ്പം ചുടുന്നുണ്ട്. അത് പിന്നെ ചുട്ട് ഒരു 4-5 അപ്പം ചുടണം. കാരണം വെച്ചാൽ ഇപ്പം ഇത്ര രാവിലെ ആർക്കും വേണ്ടല്ലോ, ആൾക്ക് മാത്രമേ വേണ്ടൂ. കുറച്ച് പിടിച്ച പോലെയുണ്ട് ചീനച്ചട്ടി, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നാലും കിട്ടി. പിന്നെ ഞാൻ വെണ്ണ തടവി നോക്കി, അപ്പോൾ പിന്നെ പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പം ഇത് നമ്മൾ വെജിറ്റബിൾ റൈസിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ക്യാരറ്റ്, ബീൻസ്, കിഴങ്ങ്, പിന്നെ ഉള്ളി, കുറച്ച് മട്ടുണ്ടായി, അതും കൂടി ഇട്ടു. അപ്പോൾ നമ്മുടെ കാറ്റ് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അവനോടായിട്ട് കുറച്ച് നേരമുള്ളൊരു കൊഞ്ചലാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊഞ്ചിക്കുന്നത്. എന്നെ തന്നെ നോക്കും, ഉമ്മ തരുന്ന പോലെയൊക്കെ കാണിക്കും കേട്ടോ. പാവം പിടിച്ചൊരു പൂച്ചയാണ്. അവനാണ് എൻ്റെ ലോകം. കാരണം വെച്ചാൽ അവന് ഇവരൊക്കെ പോയാൽ പിന്നെ അവനെ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നും ഉണ്ടാകുമ്പോൾ. അവനോട് കുറച്ച് സംസാരിക്കുകയാണ്. അവനൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ലെങ്കിൽ അവനിങ്ങനെ നോക്കും എന്നെ, എന്താണാവോ ഇവൾ പറയുന്നതെന്നുള്ളതിൽ. അങ്ങനെ അവനുമായിട്ട് കുറച്ച് കളിച്ച് പിന്നെ അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മളെ വലിയ റൈസാണ്, പിന്നെ മറ്റേ ഇതില്ലേ ബിരിയാണി റൈസാണ്. അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് പോകും. അതൊരു ഒറ്റയൊരു വിസിലടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ അത് ഒക്കെ ആയി, പിന്നെ എല്ലാം റെഡിയായി. ബായ്.